സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണ്? ജൂൾസ് ലോ. Joule's law states that heat developed in a current carrying conductor is directly proportional to the product of square of the current, resistance and time. അപ്പോൾ H directly proportional to I square RT. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ വെച്ച് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ H ഈസ് ഈക്വൽ ടു K ഇൻറ്റു I സ്ക്വയർ RT. ഇവിടെ കെയുടെ വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. അപ്പോൾ ജൂൾസ് ലോ എന്താണ് പറയുന്നത്? ജൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the heat developed in a current carrying conductor. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം ആയിരിക്കും. സോ വി എൻഡ് അപ്പ് വിത്ത് ഇക്വേഷൻ H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT. ഇവിടെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറിലായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആൻഡ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ്. സോ H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT. സോ നമ്മൾ ഫൈനലായിട്ട് എത്തിച്ചേർന്നിരുന്ന ഇക്വേഷൻ എന്താണ്? H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT. സോ നമുക്ക് ഈ ഓരോ ഫാക്ടേഴ്സ് I, R, T ഈ ഓരോ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുണ്ടാകുന്ന ചേഞ്ച് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കാം. റെസിസ്റ്റൻസ് ഡബിളായി, ടൈമും കറണ്ടും സെയിം ആയിട്ട് വന്നു. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു I സ്ക്വയർ RT. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്നത് എന്തായി? ഡബിളായി. ഇപ്പോൾ സെക്കൻഡ് കേസ് എടുത്ത് നോക്കാം. റെസിസ്റ്റൻസും ടൈമും കോൺസ്റ്റൻ്റ് ആണ്, കറണ്ട് ഡബിളായി. അപ്പോൾ ഇതേ സെയിം സാധനം നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഹീറ്റ് എന്താണ്? H ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു I സ്ക്വയർ RT. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് എന്തായി? 4 ടൈംസ് ആയിട്ട് കൂടി. ഇനിയിപ്പോൾ നോക്കേണ്ടത് അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ഹാഫായി, കറണ്ടും ടൈമും സെയിം ആയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? H ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു I സ്ക്വയർ RT. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആവുകയാണ് ചെയ്തത്. സോ അടുത്തത് എടുത്ത് നോക്കുക. ടൈം 1/4 ആയിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ T ഈസ് ഈക്വൽ ടു T/4 ആയി. അപ്പോൾ നമ്മൾ ഈ സെയിം വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് Hൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1/4 ഇൻറ്റു I സ്ക്വയർ RT. അപ്പം ഇതെന്താണ് ചെയ്തത്? ക്വാർട്ടറായി എന്ന് വെച്ചാൽ 1/4 ടൈംസ് ആയിട്ട് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കുറഞ്ഞു. സോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? വേറൊരു കേസ് നോക്കുക. കറണ്ട് എന്ന് പറയുന്നത് 1/2 ആയി. കറണ്ട് 1/2 ആകുമ്പോൾ റെസിസ്റ്റൻസും ടൈമും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഹീറ്റ് ഡെവലപ്ഡ് എന്തായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ H ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു I സ്ക്വയർ RT. അപ്പം ഹീറ്റ് ഡെവലപ്ഡ് എന്ന് പറയുന്നത് 1/4 ടൈംസ് ആയിട്ട് കുറഞ്ഞു. നമ്മുടെ അടുത്ത ടോപ്പിക് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്റേഴ്സിനെ ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ടും പാരലായിട്ടും. സോ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഇറ്റ് ഈസ് ഡൺ ബൈ കണക്റ്റിംഗ് റെസിസ്റ്റേഴ്സ് വൺ ആഫ്റ്റർ ദി അതർ, അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ V എന്ന് പറയുന്നത് V1 + V2 ആയിരിക്കും. I കോൺസ്റ്റൻ്റ് ആയിരിക്കും. I എപ്പോഴും I ആയിട്ട് തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ കറണ്ട് സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എപ്പോഴും I തന്നെ ആയിരിക്കും. അക്കോർഡിംഗ് ടു ഓംസ് ലോ V ഈസ് ഈക്വൽ ടു IR എന്ന് നമുക്കറിയാം. സീരീസിൻ്റെ കേസിൽ V ഈസ് ഈക്വൽ ടു V1 + V2 ആണ്. സോ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് പറയാം V1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1, V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2. ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. V ഈസ് ഈക്വൽ ടു V1 + V2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരാം? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 + R2. അപ്പോൾ ഈ ടോട്ടൽ ഇക്വേഷനെ നമ്മൾ I വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം V/I ഈസ് ഈക്വൽ ടു R1 + R2. V/I എന്താണ് ഓംസ് ലോ വെച്ചിട്ട്? R ആണ്. സോ R ഈസ് ഈക്വൽ ടു R1 + R2. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും. സോ R ഈസ് ഈക്വൽ ടു R1 + R2. സോ ഈ കേസിൽ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ R1 R2 ഉണ്ട്. അപ്പം ആ R1ൻ്റെ വാല്യൂ 5ഉം R2ൻ്റെ വാല്യൂ 10ഉം ആണെങ്കിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള റെസിസ്റ്ററിൽ കൂടെ പോകുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും 5നെ കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ ഹയസ്റ്റ് റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന വോൾട്ടേജ് എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം വാല്യൂ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് N റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? N ഇൻറ്റു R. അതാണ് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇഫ് നമ്മുടെ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, അത് ഒരേ വാല്യൂ ആയിരിക്കും. സോ R ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ R ഇൻറ്റു N, where സ്മോൾ ലെറ്റർ R is the resistance of one resistor and N is the number of resistors. സോ അടുത്ത ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ആണ്. ഇൻ പാരലൽ കണക്ഷൻ the current completes the circuit by getting divided among
ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്താണ് കറണ്ട് ട്രാവേഴ്സ് ചെയ്യുന്നത്. സോ ഈ കേസിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ആകും. ഇപ്പോൾ സീരീസിൻ്റെ കേസിൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആയിരുന്നു. ഇവിടെ പാരലലിൻ്റെ കേസിൽ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. ഓംസ് ലോ വെച്ചിട്ട് V ഈസ് ഈക്വൽ ടു IR. അപ്പോൾ നമുക്ക് I ഈസ് ഈക്വൽ ടു V/R എന്ന് കിട്ടും. അപ്പം V ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ എടുത്ത് നമ്മുടെ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ V/R ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2. ഇവിടെ V എല്ലാം കോമൺ ആയതുകൊണ്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടും. സോ ഒരു 2 റെസിസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ, അപ്പം ഒരു സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാൻ പറ്റും. സോ സീരീസിൻ്റെ കേസിൽ എന്തായിരുന്നു, N റെസിസ്റ്റേഴ്സിന് ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ സെയിം ആണ്. നമുക്ക് N റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, N ഇൻറ്റു R. അതേപോലെ തന്നെ പാരലൽ കണക്ഷനിൽ N റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആയിരിക്കും. ഇനി നമുക്കൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഉള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ. ഇപ്പം ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സീരീസിൻ്റെ കേസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, പാരലിൻ്റെ കേസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ അത് ക്ലിയർ ആണ്. സീരീസിൻ്റെ കേസിൽ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2, പാരലിൻ്റെ കേസിൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. രണ്ടാമത്തെ കേസിൽ കറണ്ട് എടുക്കാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ മെയിൻ കറണ്ടിനോട് ഈക്വൽ ആയിരിക്കും, Iയുടെ വാല്യൂ I തന്നെയായിരിക്കും. പക്ഷേ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. ആ റേഷ്യോയിലായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ സീരീസിൻ്റെ കേസിൽ എന്തായിരിക്കും, വോൾട്ടേജ് ഗെറ്റ്സ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂനെ കമ്പയർ ചെയ്ത് അതിൽ കൂടെ പോകുന്ന വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. പാരലിൻ്റെ കേസിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും ആസ് എ മെയിൻ സപ്ലൈ. മെയിൻ സപ്ലൈ വോൾട്ടേജിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ഓരോ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഒരു സ്വിച്ച് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പം 2 റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്താൽ ആ സർക്യൂട്ട് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകും. ആ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ്, ഒരു സ്വിച്ച് നമ്മളൊരു സീരീസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് ബ്ലോക്ക് ആയി പോകും, അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകും. പക്ഷേ അതേസമയം നമ്മൾ ഒരു പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ പാരലായിട്ട് 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ ഒരു സ്വിച്ച് വെച്ചു. അപ്പോൾ ആ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആവത്തില്ല, കാരണം രണ്ടും ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് ആണ്. അപ്പോൾ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്താലും മറ്റേ ആ പാത്തിൽ കൂടെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം ആ സർക്യൂട്ട് ഓപ്പൺ ആയി പോകും. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്, കറണ്ട്, വോൾട്ടേജ്, പിന്നെ ഒരു സ്വിച്ച് നമ്മൾ സീരീസിലോ അല്ലെങ്കിൽ പാരലലോ കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പാരിസൺ.